ഇന്ന് ഞങ്ങൾ ഒന്ന് എറണാകുളത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച കുറച്ച് ഫുഡാണ് ഇത്. ആലു പൊറോട്ട. ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കഴിക്കുന്ന ആലു പൊറോട്ട അല്ല, നല്ല അടിപൊളി ആലു പൊറോട്ട ആയിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയത് മസാല ദോശയായിരുന്നു. ഇത് ഞങ്ങൾ കഴിച്ചത് അമൃത ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണോ സൈഡിലാണോ എനിക്കൊരു പിടിയില്ല. അവിടെ നിന്നൊരു ശിവം എന്ന് പറഞ്ഞിട്ടൊരു ബീഹാറി ഹോട്ടലാണ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയി കഴിച്ചൊരു ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ സാംസം എന്ന് പറഞ്ഞിട്ട് പറൂർന്ന് ഒരു കടയിലാണ് കയറിയത്. അവിടെ കുഴിമന്തി ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വരുന്ന വഴിക്ക് ഒരു ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ ഡെലിവറി ചെയ്യുന്നെങ്കിൽ സൊമാറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്ന ഒരു കട ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഈ അടുത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗം ഈ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇത് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്ന് ബീഫ് ബിരിയാണി കഴിക്കാനുള്ള ഭയങ്കര ഒരു പൂതിയിൽ വന്നതാണ്. എനിക്ക് ബിരിയാണി വലിയ താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതാരം ഞാൻ ബിരിയാണി പറഞ്ഞില്ല, ഞാൻ കുഴിമന്തിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ബീഫ് ബിരിയാണി പറഞ്ഞു. അങ്ങനെ ആദ്യം കുറേ നേരം വെയിറ്റ് ചെയ്ത് ചേട്ടന് ബീഫ് ബിരിയാണി കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഏകദേശം 1 മണി 2 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ കഴിച്ചു തുടങ്ങി. ആ ഒരു ആവറേജ് ആയിരുന്നു എന്നാണ് ചേട്ടൻ കഴിച്ചിട്ട് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മന്തി വരാൻ ലേറ്റ് ആയ കാരണം ഞാൻ ചെറിയൊരു ബീഫ് കഷ്ണമൊക്കെ എടുത്ത് തിന്ന് നോക്കിയിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, നന്നായിട്ട് വെന്തിട്ട് ഭയങ്കര ഒരു പഞ്ഞി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഭയങ്കര മസാലകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മന്തി വന്നു കേട്ടോ. ഞാൻ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇതിന് 150 രൂപ എന്തോന്നു കേട്ടോ. ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മുടെ സോസുകളൊക്കെ ഉണ്ടായിരുന്നു. ടൊമാറ്റോ സോസ്, പിന്നെ മയോണൈസ്, പിന്നെ നമ്മുടെ സലാഡ്, പിന്നെ അതിൽ ഒരു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ, ഇഞ്ചിയുടെ. അതെനിക്ക് അവിടെ ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നി കേട്ടോ. മന്തിയിൽ ഇഞ്ചിക്കറിയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ബിരിയാണിയുടെ ഒപ്പം അത് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആയിരുന്നു കേട്ടോ. മന്തി എനിക്ക് ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമുക്ക് വലിയ കുറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനൊക്കെ നല്ല ഇഷ്ടമായി. നമുക്ക് സലാഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് നമുക്ക് നല്ലോണം ഇഷ്ടമാവും കേട്ടോ. ഈ ഫുഡിൻ്റെ ഇടയിൽ കൂടെ ചെറുനാരങ്ങ, സവാള, പിന്നെ നമ്മുടെ കുക്കുംബർ, പിന്നെ പച്ചമുളക്, പിന്നെ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ ചിക്കനാണെങ്കിലും നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ ഞാനതൊക്കെ പതുക്കെയൊക്കെ കഴിച്ച് ആസ്വദിച്ചാൽ ഞാൻ കഴിച്ചു കേട്ടോ. ചേട്ടൻ ഓൾറെഡി വേഗം കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടനും എൻ്റെ കൈയിട്ട് വരെ കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ വൈകിട്ടത്തൊക്കെ ഉള്ള പരിപാടിയിലാണ് ഇവിടെ കടയിലൊക്കെ കേട്ടോ. അവർ നമ്മുടെ അൽഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പോരാൻ നേരത്ത് ഞാൻ കുറച്ച് ജീരകമൊക്കെ എടുത്തിട്ട് കൈ പിടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഷെയറൊക്കെ ചെയ്ത് കഴിച്ചു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ബൈക്കിനായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് കടയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നോക്കിയാണ് വന്നത്. എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.